ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് 5:30 എണീറ്റു. ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നമുക്കൊരിടം വരെ പോകാനുണ്ടെന്ന്. അപ്പോൾ ഇന്ന് അങ്ങോട്ടാണ് പോകുന്നത്. ശില്പണി പല്ലൊക്കെ കഴുകുന്നുണ്ട്, അതേപോലെ ഇവർ ഇവിടെ എണീറ്റ് ഇരുന്ന് സംസാരിക്കുവാണ്. ഗൗത്ത് ഫ്രഷൊക്കെ ആയതിനു ശേഷം എനിക്ക് ബ്രെഡും ജാമും റെഡിയാക്കി തന്നു. അങ്ങനെ ഞാൻ അത് കഴിച്ചു. അതിന് ശേഷം ഒരു ഗ്ലാസ് പാൽ ചായ കുടിച്ചു. ഞാൻ പാൽ ചായ കുടിക്കാറില്ല, എന്നാലും കുടിച്ചു. എന്നിട്ട് ലിഫ്റ്റിൽ കയറിയപ്പോഴത്തേക്കും ആരോ വന്നു. അങ്ങനെ ഞാൻ ഇൻട്രോവേർട്സ് ആയതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് ഫോൺ മാറ്റി. എന്നിട്ട് താഴെ പോയി കാറ് കണ്ടപ്പോൾ കാറിൽ ഫുള്ള് പൊടി ഗൈസ്, ഫുള്ള് പൊടിയായിരുന്നു. ഇതിനി വീട്ടിൽ പോയിട്ട് വേണം ക്ലീൻ ചെയ്യാൻ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇപ്പം ഞങ്ങൾ പോകുന്നത് തലപ്പാടിയാണ്. തലപ്പാടി എന്ന് പറഞ്ഞാൽ കേരള കർണാടക ബോർഡറാണ്. അപ്പോൾ അവിടെ നിന്ന് വേണം ബസ്സിൽ പോകാൻ. ഞങ്ങളുടെ കാറും അതേപോലെ മണിയണ്ണൻ്റെ കാറും മംഗൽപാടി എന്ന് പറയുന്ന ടൗണിലാണ് എൻ്റെ ഏട്ടത്തിൻ്റെ വീട്. അപ്പോൾ അവിടെ പാർക്ക് ചെയ്തിട്ട് വേണം നമുക്ക് ബസ്സിൽ കയറാൻ. അവിടെ പാർക്ക് ചെയ്താൽ തിരിച്ചു വരുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് അവിടെ നിന്ന് വീട്ടിലേക്ക് കുറച്ചുള്ളൂ, അപ്പോൾ കാറിൽ പോകാമല്ലോ. അതിനുവേണ്ടി ഇവരൊക്കെ ഞങ്ങൾ ബസ്സിൽ കയറ്റി, ഞാനും മണിയണ്ണനും കാറിൽ പോയി. അതേപോലെ മണിയണ്ണൻ്റെ ബ്രദറും പിന്നെ അവരെ വൈഫും അവരെ മണിയണ്ണൻ്റെ കാർ കൊണ്ടുപോയി അവിടെ പാർക്ക് ചെയ്തു. ഇന്നലെ എനിക്ക് ലോട്ടറിയിൽ 100 rupees കിട്ടിയായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ വീണ്ടും 2 ലോട്ടറിയും കൂടി മേടിച്ചു. എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പോയി. ബസ്സിൽ കയറിയപ്പോൾ ഇവരൊക്കെ ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനും അവരെ കൂടെ ഡാൻസ് കളിക്കാൻ കൂടി. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ നമ്മുടെ ലൊക്കേഷനിലെത്തി. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടി. അങ്ങനെ അവിടെ നിന്ന് 2 ചേട്ടന്മാർ പറഞ്ഞു നമ്മുടെ ബോട്ടിൻ്റെ പേര് ഡ്രീം പാലസ് എന്നാണ്. അപ്പോൾ ആ ബോട്ട് നിർത്തിയിരിക്കുന്ന സ്ഥലത്തേക്ക് കുറച്ച് നടക്കാനുണ്ടായിരുന്നു. അങ്ങനെ ആ ചേട്ടന്മാർ കാണിച്ചു തന്നു സ്ഥലമൊക്കെ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് നടന്നു പോയി. ഈ കാണുന്നതാണ് ഡ്രീം പാലസ് ബോട്ട്. അപ്പോൾ ചുറ്റും കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അവിടത്തേക്ക് ഒരു ചേട്ടൻ ലോട്ടറി വിട്ട് വീണ്ടും വന്നു. അപ്പോൾ ഞാൻ അവരെ കയ്യിൽ നിന്ന് കൂടി ഒന്ന് മേടിച്ചത്. ആ കാണുന്ന ചേട്ടനാണ്. എന്നിട്ട് ഞങ്ങൾ ബോട്ടിൽ കയറി. ഏട്ടൻ അങ്ങനെ ആദ്യം തന്നെ വെൽക്കം സ്പീച്ചൊക്കെ പറഞ്ഞു. റൂമിലോട്ട് പോയപ്പോൾ ഒരാൾ ബോധമില്ലാതെ കിടക്കാണ്. ഇതാണ് റൂം. ചെറുതായിട്ട് നല്ല ബ്യൂട്ടിഫുൾ സീനറിയൊക്കെ കണ്ടിരിക്കാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇതാണ് വാഷ്റൂം അങ്ങനെ തന്നെയാണ്, നല്ല സ്പേസ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ബോട്ട് ചുറ്റും കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ചായയും പഴംപൊരിയും എത്തി. കാസർഗോഡ് സ്ലാങ്ങിൽ പറഞ്ഞാൽ ബേക്കാച്ചി എത്തി. അങ്ങനെ അതും കഴിച്ചു. ഗൈസ്, ഈ കാണുന്നതാണ് നമ്മുടെ നാടൻ കള്ള്. പ്രവീണണ്ണൻ്റെ ഫ്രണ്ടിൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു. അപ്പോൾ അവരെ വക ഒരു കേക്ക് കട്ടിങ് ഉണ്ടായിരുന്നു. അങ്ങനെ കേക്ക് കട്ടിംഗ് ഒക്കെ ചെയ്തു. അങ്ങനെ ഒരു പ്രാവശ്യം ഫ്ലോപ്പായെന്ന് വെച്ച് നിർത്തത്തൊന്നുമില്ല കേട്ടോ. ഇവർ വീണ്ടും നല്ല ഭംഗിക്ക് തന്നെ കളിച്ചു. അങ്ങനെ ഡാൻസൊക്കെ കളിച്ച് കേക്കൊക്കെ കഴിച്ചു. എന്നിട്ട് കുറച്ച് ഗെയിംസൊക്കെ കളിച്ചായിരുന്നു. ഈ കാണാൻ പോകുന്നതാണ് കുറച്ച് പേടിപ്പെടുത്തുന്ന ഗെയിം. പ്രവീണണ്ണൻ ഞങ്ങൾ 2 ചാൻസ് കൊടുത്തു ഗൈസ്. പക്ഷെ അവർക്ക് 2 പ്രാവശ്യവും കണ്ടുപിടിക്കാൻ പറ്റില്ല അവരുടെ വൈഫിന്.
ബാക്കി എല്ലാവരും ദേ നൈസായിട്ട് കണ്ടുപിടിച്ചു. അങ്ങനെ ഗെയിംസൊക്കെ കഴിഞ്ഞതിന് ശേഷം രശ്മിത ഡാൻസ് കളിച്ചു ഗൈസ്. അവൾ തൂക്കിയെന്ന് പറയാം, അത്രയും ഭംഗിക്ക് കളിച്ചു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് മാത്രമല്ല കേട്ടോ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അതിൻ്റെ ഇടയ്ക്ക് ദേ ഇവിടെ ഒരാൾ നിന്ന് കളിയാക്കുന്നുണ്ട്, കണ്ടില്ലേ ഫ്രണ്ട്സ്. ഇത് രശ്മിതയുടെ അച്ഛനാണ്. ഇവരെ എപ്പോഴത്തെ സ്റ്റെപ്പാണ് ദേ ഈ കാണുന്ന സ്റ്റെപ്പ്. ചിരിച്ച് ചത്തു കേട്ടോ. ഈ കാണുന്ന ചേട്ടന്മാർ ഭയങ്കര സപ്പോർട്ടായിരുന്നു കേട്ടോ. ഞാൻ അവരുടെ ഫോണിലൊക്കെ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു. അതേപോലെ അവർ ഫേമസ് ആവട്ടെ, റീച്ച് ആവട്ടെ എന്നൊക്കെ പറഞ്ഞു. ഒരുപാട് സന്തോഷമുണ്ട്. ദേ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചായിരുന്നല്ലോ ഇവൻ്റെ കഴുത്തിന് ചെറിയൊരു പ്രശ്നം, അത് ശരിയായില്ല. വൈകുന്നേരം അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും ശരിയായി. ഇതൊക്കെ ആയിരുന്നു നമുക്ക് ഉച്ചത്തേക്കുള്ള ഫുഡ്. കബാബ്, ബിരിയാണി, പിന്നെ സലാഡ്, അച്ചാർ, അങ്ങനെ കുറേ സാധനം ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ചു. ഇങ്ങനെ ബ്യൂട്ടിഫുൾ സീനറി കണ്ടിരുന്ന് കഴിക്കാൻ ഭയങ്കര രസമാണ്. അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഒരു ഗ്ലാസ് പായസം കുടിച്ചു. അതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഈ കാണുന്ന ചേട്ടനുണ്ടല്ലോ നമുക്ക് എല്ലാവർക്കും ബോട്ട് ഓടിക്കാൻ തന്നു. എന്ന് വെച്ചാൽ ചില ബോട്ട്സിലൊക്കെ ഇങ്ങനെ നിർത്തി വെച്ച് അവിടെ നിന്ന് ഫോട്ടോ എടുക്കുക ഞാൻ കണ്ടിട്ടുണ്ട്. അന്ന് ഞങ്ങൾ വന്നായിരുന്നു 1 month മുമ്പ്. അപ്പോൾ ഞങ്ങൾ അങ്ങനെയാണ് ചെയ്തത്. ഈ ചേട്ടൻ ഫ്രണ്ടിൽ നിന്ന് എങ്ങനെ തിരിക്കണം എന്നൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. ഒരുപാട് സന്തോഷം. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഈ ചേട്ടന്മാരൊക്കെ. അതിന് ശേഷം കേക്കും പിന്നെ ചായ ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ചായ. അതേപോലെ നല്ല സർവിങ് ആണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം ഇരുന്ന് സംസാരിച്ചു. എന്നിട്ട് അവിടെ എത്തി. അവിടെ വൈറ്റ് ഡ്രസ് ഇട്ടിട്ടൊരു ചേട്ടൻ നിൽപ്പില്ലേ, ആ ചേട്ടൻ ഷോർട്ട് ഫിലിംസൊക്കെ ചെയ്യാറുണ്ടെന്ന് പറഞ്ഞാട്ടോ. പക്ഷെ എനിക്ക് അവരെ ചാനൽ മേടിക്കാൻ പറ്റില്ല. എനിക്കിപ്പോൾ അത് നല്ലപോലെ റിഗ്രറ്റ് അടിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. എന്നിട്ട് ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്ത് എല്ലാവരും കൂടി വീഡിയോസൊക്കെ എടുത്ത് CSK തോക്കാൻ പോവുക, അതിനുള്ള കളിയാക്കലാണ് ഇപ്പോൾ നിങ്ങളീ കാണുന്നത്. അതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും ചേട്ടൻ ബാക്കി വന്ന ഫുഡ് ഞങ്ങൾക്ക് കൊണ്ടുവന്ന് തന്നു. അങ്ങനെ ഞാൻ വീണ്ടും അകത്ത് പോയി അവർക്ക് ബായ് ചെയ്തിട്ട് വരാമെന്ന് വിചാരിച്ചു. ബായ്. എപ്പോഴെങ്കിലും ഫേമസ് ആവണമെങ്കിൽ കാണാം. താങ്ക് യു. ബൈ. സബ്സ്ക്രൈബ് ചെയ്യണം, അവർ തരും. ബൈ. ഞാൻ എപ്പോഴെങ്കിലും ഫേമസ് ആവട്ടെ എന്ന് പറയുമ്പോൾ അവർ പറഞ്ഞു ഫേമസ് ആവട്ടെ എന്ന് പറഞ്ഞു. അതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയതേ. ഞാൻ കുറച്ച് നേരം ഉറങ്ങി എണീറ്റപ്പോൾ ബസ്സിലെല്ലാവരും ഉറങ്ങിക്കിടക്കുന്നു. ഭയങ്കര ചൂടാണ് കേട്ടോ ഇപ്പോൾ. ഞങ്ങളവിടെ മംഗൽപാടിയിൽ ഇറങ്ങി. അവർ ബസ്സിൽ മാംഗ്ലൂർ പോകാനുള്ളവർ മാംഗ്ലൂർ പോയി. എന്നിട്ട് അവിടെ നിന്ന് ഞങ്ങൾ നേരെ ലത്തോണീൻ്റെ വീട്ടിലാണ് പോയത്. മിത്തുൻ്റെ അമ്മയുടെ വീട്ടിൽ പോയി. അവരുടെ വീട്ടിൽ പോയപ്പോഴത്തേക്കും ഞങ്ങൾ 2 കാറും ഇവിടെ ഉണ്ട്. അങ്ങനെ ഈ ബാഗും സാധനങ്ങളും ഒക്കെ ഞങ്ങൾ വണ്ടിയിൽ വെച്ചിട്ട് ലത്തോണീൻ്റെ വീട്ടിലേക്ക് പോയി. ഫ്രണ്ട്സ്, ഇത് മണിയണ്ണൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഡോഗാണ്. അപ്പം അതിനൊക്കെ കണ്ടു. എന്നിട്ട് ലത്തോണിയുടെ ഏട്ടൻ്റെ മോളാണ് ഇത്. ലത്തോണിയുടെ അന്യൻ്റെ മോനാണ്. അപ്പോൾ അവരൊക്കെ കണ്ടു. മണിയണ്ണനും അമ്മയും പിന്നെ ശില്പണിയും ലത്തോണിയുടെ അമ്മേനോട് സംസാരിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് ഇറങ്ങിയപ്പോഴത്തേക്കും പാതി വഴിയിൽ കാറ് സ്റ്റോപ്പായി. പിന്നെ എത്ര ശ്രമിച്ചാലും സ്റ്റാർട്ടാവുന്നില്ല. അങ്ങനെ പിന്നെ പിറ്ററിനൊക്കെ പിറ്ററിനെ വിളിച്ചപ്പോഴത്തേക്കും ബാറ്ററി ഡൗൺ ആയെന്ന് പറഞ്ഞു. എന്നിട്ട് ബാറ്ററി ഒക്കെ സെറ്റ് ചെയ്ത് വീട്ടിലെത്തിയപ്പോൾ നല്ലപോലെ വൈകി. പിറ്റർ വരാൻ തന്നെ നല്ലപോലെ വൈകിയായിരുന്നു. 1 hour ഞങ്ങൾ അവിടെ റോഡ് സൈഡിൽ നിന്നു. വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല. ഇതൊക്കെ ഞാൻ അനിയത്തിൻ്റെ ഫോണിലാണ് എടുത്തത്. എൻ്റെ ഫോൺ ഡെഡായിരുന്നു ഗൈസ്. എൻ്റെ ഫോണിൽ ചാർജ് ഇല്ലായിരുന്നു. അപ്പോൾ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല പിന്നീട്. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. ബൈ.